ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഏതൊക്കെ ഡിവൈസസ് ആണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാനും വീഡിയോ എഡിറ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിൽ ഞാൻ യൂസ് ചെയ്യുന്ന മൈക്ക്, എൻ്റെ ട്രൈപോഡ്, എഡിറ്റിംഗ് ഡിവൈസ്, എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എല്ലാത്തിനെയും പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് നമുക്ക് മൈക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതൊരു വയർലെസ് മൈക്കാണ്. ആമസോണിൽ നിന്ന് ഏകദേശം 600 രൂപയ്ക്ക് മേടിച്ചൊരു മൈക്കാണിത്. ഇത് ബിഗിനേഴ്സിന് പറ്റിയൊരു മൈക്ക് തന്നെയാണ്. ടൈപ്പ് സി ചാർജിങ് പോർട്ടൊക്കെ വരുന്ന ഒരു നല്ലൊരു മൈക്ക് തന്നെയാണിത്. ഇതിൻ്റെ കൂടെ നമുക്കൊരു റിസീവറും കൂടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നിങ്ങൾ അഡാപ്റ്റർ എടുത്ത് പി സി കണക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ മൈക്കിൻ്റെ അടിയിലായിട്ടൊരു പവർ ബട്ടൺ കാണാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഹോൾഡ് ചെയ്യുക കുറച്ച് നേരത്തേക്ക്. അപ്പോൾ മൈക്ക് ഓൺ ആവുന്നതാണ്. ഇത്രയുള്ള പരിപാടി. ഇനി നമുക്ക് മൈക്ക് ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ട്രൈപോഡാണ്. ഈ ഒരു ട്രൈപോഡ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ട്രൈപോഡ് തന്നെയാണ്. നമുക്ക് സൈഡിലായിട്ടൊരു ഹാൻഡിൽ കാണാൻ പറ്റും. ഈ ഹാൻഡിൽ ഉപയോഗിച്ച് നമുക്ക് ട്രൈപോഡ് ഈസി ആയിട്ട് എവിടെയെങ്കിലും മാറ്റി വെക്കണമെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. ട്രൈപോഡിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് ഒരു ലെവലർ കാണാൻ പറ്റുന്നതാണ്. എന്ന് വെച്ചാൽ നമുക്ക് ട്രൈപോഡിൻ്റെ പൊസിഷനൊക്കെ നമുക്ക് ഇത് ഉപയോഗിച്ച് അറിയാൻ പറ്റും, നേരെയാണോ അല്ലയോ എന്നൊക്കെ. നമ്മുടെ അടുത്ത ഐറ്റമാണ് എഡിറ്റിംഗ് ഡിവൈസ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് HP വിക്ടസ് എന്ന് പറയുന്ന ഈ ഒരു ലാപ്ടോപ്പാണ്. ഇന്റൽ i5 11th ജെൻ ആണിത്. അതുപോലെ തന്നെ എൻവിഡിയയുടെ GTX 1650 ആണ് ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. 4 GB ഗ്രാഫിക്സ് കാർഡാണ്. അതുപോലെ തന്നെ 8 GB റാം ആണ് ഇതിൽ വരുന്നത്. ഇനി ഞാൻ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഡാവിഞ്ചി റിസോൾവ് ആണ്. ഞാൻ യൂട്യൂബിലിട്ട് ഏകദേശം 5-6 വീഡിയോസ് ഇതിലാണ് ഞാൻ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളൊരു PC-യിൽ എഡിറ്റ് ചെയ്യുന്ന ആളാണ് എങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ആപ്ലിക്കേഷനാണിത്. കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഈ ഒരു ആപ്ലിക്കേഷനിൽ വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ മറ്റൊരു സുഖം.